പോലീസ് ഉദ്യോഗസ്ഥനായ ഗോപിനാഥ് തന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഒരു ഞായറാഴ്ച രാവിലെ അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ ഫോൺ ബെല്ലടിച്ചു. മറുവശത്ത് ഗോപിനാഥിന്റെ പഴയ സുഹൃത്തും ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനുമായ ശങ്കരൻ ആയിരുന്നു. ശങ്കരൻ വളരെ പരിഭ്രാന്തനാണ്. തന്റെ സഹോദരൻ രവിയെ വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും ഇത് ആത്മഹത്യയാണെന്ന് തോന്നുന്നില്ലെന്നും അയാൾ പറഞ്ഞു. ഗോപിനാഥ് ഉടൻ തന്നെ ശങ്കരന്റെ വീട്ടിലെത്തി. പോലീസ് സ്ഥലത്തുണ്ട്. രവി മുറിയിലെ സീലിംഗിൽ തൂങ്ങിയ നിലയിലാണ്. മുറിയിൽ ഒരു ചെറിയ മേശയും കസേരയും അതുപോലെ ഒരു പേനയും ഡയറിയും ഉണ്ട്. രവിയുടെ കൈയക്ഷരത്തിൽ ഒരു ആത്മഹത്യാക്കുറിപ്പ് മേശപ്പുറത്തുണ്ടായിരുന്നു. എല്ലാം അവസാനിപ്പിക്കുന്നു. എനിക്ക് ഇനി വയ്യ എന്നായിരുന്നു കുറിപ്പിൽ. പോലീസ് ഇത് ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചു. എന്നാൽ ഗോപിനാഥിന് ചില സംശയങ്ങൾ തോന്നി. അയാൾ ഡയറി തുറന്നു നോക്കി. ഡയറിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ രവിയുടെ ചിന്തകളും സന്തോഷങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നതിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കുറിച്ചും അതിൽ നിറയെ എഴുതിയിരിക്കുന്നു. സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ജീവിച്ചിരുന്ന ഒരാൾ എങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യും? ഗോപിനാഥ് മുറി മുഴുവൻ ശ്രദ്ധിച്ചു നോക്കി. ഒരു തുമ്പും കിട്ടിയില്ല. അയാൾ ഡയറി തിരികെ വെച്ച് പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോൾ കസേരയുടെ കാലിൽ ഒരു കൂട്ടം മുടിയിഴകൾ ചുറ്റിക്കിടക്കുന്നത് കണ്ടു. രവിയുടെ മുടിക്ക് കറുപ്പ് നിറമായിരുന്നു, പക്ഷേ ഈ മുടിയിഴകൾക്ക് നരയുണ്ടായിരുന്നു. ഇത് രവിയുടെ മുടിയല്ല, ഗോപിനാഥ് ശങ്കരനോട് പറഞ്ഞു. ശങ്കരൻ ആ മുടിയിഴകളിലേക്ക് നോക്കി. അതൊന്നും ഒരു തെളിവല്ല ഗോപിനാഥെ. പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചല്ലോ, അയാൾ വേഗത്തിൽ പറഞ്ഞു. ഗോപിനാഥ് ശങ്കരനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശങ്കരന്റെ തലമുടിയിൽ നരയുണ്ടായിരുന്നു. ആ മുടിയിഴകൾ ശങ്കരന്റെ തന്നെയായിരുന്നു. ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ശങ്കര, ഗോപിനാഥ് പറഞ്ഞു. രവിക്ക് ആത്മഹത്യാക്കുറിപ്പ് എഴുതാൻ വേണ്ടി ആ കസേരയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അവൻ കഴുത്തിൽ കുറുക്ക് മുറുക്കിയതിനു ശേഷം ആ കസേര തള്ളിമാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദൂരേക്ക് തെറിച്ചു പോകുമായിരുന്നു. പക്ഷേ അത് രവിയുടെ കാൽക്കൽ തന്നെയാണ് കിടന്നിരുന്നത്. ശങ്കരൻ ഒന്നും മിണ്ടിയില്ല. ഗോപിനാഥ് തുടർന്നു. രവിയെ കൊലപ്പെടുത്തിയത് നീയാണ്. അതിനുശേഷം നീയാണ് കസേര അടുത്തു വെച്ച് രവി ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്തി തീർത്തത്. അങ്ങനെ ചെയ്യുമ്പോൾ അറിയാതെ നിന്റെ മുടി അതിൽ കുരുങ്ങിപ്പോയി. ശങ്കരന്റെ മുഖം വിളറി. അയാൾ കുറ്റം സമ്മതിച്ചു. സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ശങ്കരൻ സഹോദരനെ കൊലപ്പെടുത്തിയത്. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ രവിയെ തൂക്കിക്കൊല്ലാൻ സഹായിച്ച കസേരയെ അയാൾ കൊലപാതകത്തിന് ശേഷം തിരികെ വെച്ചപ്പോൾ അവന്റെ തലമുടി അതിൽ കുരുങ്ങി. അത് ഗോപിനാഥിന് സംശയം ജനിപ്പിച്ചു. അങ്ങനെ ഒരു ചെറിയ തുമ്പ് ഗോപിനാഥ് കണ്ടുപിടിച്ച് ആത്മഹത്യയെന്ന് കരുതിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചു.